നമസ്കാരം. ചരിത്രഭൂമികയിലേക്ക് സ്വാഗതം. ഫുക്കുഷിമ ദുരന്തത്തിന് 15 വർഷത്തിന് ശേഷം അടച്ചിട്ട ലോകത്തിലെ ഏറ്റവും വലിയ ആണവ നിലയമായ ജപ്പാനിലെ കാശിവാസാക്കി കരിവ പ്ലാന്റ് പുനരാരംഭിക്കാൻ ജപ്പാൻ തയ്യാറെടുക്കുന്നു. ഇതിന്റെ ഭാഗമായി അതിന്റെ ആദ്യ റിയാക്ടർ പുനരാരംഭിക്കാൻ പ്രാദേശിക അനുമതി ലഭിച്ചു. ഇത് ഫോസിൽ ഇന്ധനങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിന്റെ ഭാഗമായിട്ടാണ്. എന്നാൽ ഫുക്കുഷിമ ദുരന്തം കാരണം വലിയ ആശങ്കകളും ഉയരുന്നുണ്ട്. ആണവ നിലയം പ്രവർത്തനക്ഷമമാക്കുന്നതിനെ തുടർന്ന് വലിയ ആശങ്കകളും ഉയർന്നിട്ടുണ്ട്. ബുധനാഴ്ച വൈകിട്ടോടെ ആണവ നിലയം വീണ്ടും പ്രവർത്തിപ്പിച്ചു തുടങ്ങി ജപ്പാൻ. ഈ നിലയം പൂർണ്ണമായി പ്രവർത്തനക്ഷമമാകുന്നതോടെ ആണവ പ്ലാന്റിന് 8.2 ജിഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. ദശലക്ഷക്കണക്കിന് വീടുകളിൽ വൈദ്യുതി നൽകാൻ ഇത് മതിയാകുമെന്നാണ് ജപ്പാന്റെ കണക്കുകൂട്ടൽ. എന്നാൽ ഇത് ഉയർത്തുന്ന ആശങ്കകൾ ഒട്ടും ചെറുതല്ല. 2011 മാർച്ച് 11 സമയം ഉച്ചയ്ക്ക് ശേഷം പ്രകൃതിക്ക് പ്രവചനാതീതമായ ഒരു മുഖമുണ്ടെന്ന് ലോകത്തിന് മനസ്സിലാക്കി കൊടുത്ത ദിനമായിരുന്നു അത്. ശാന്തമായിരുന്ന ജപ്പാൻ കടൽ തീരത്തേക്ക് മരണത്തിന്റെ ആഴങ്ങളുമായി ആ രാക്ഷസ തിരമാലകൾ ഇരച്ചു കയറി. തൊട്ടു പിന്നാലെ ഏകദേശം 15 മീറ്റർ ഉയരത്തിൽ ആകാശത്തോളം പൊങ്ങിവന്ന സുനാമി ഫുക്കുഷിമ ഡൈച്ചി ആണവ നിലയത്തിന്റെ മതിലുകൾ തകർത്ത് അകത്തേക്ക് കുതിച്ചു. വൈദ്യുതി നിലച്ചു. തണുപ്പിക്കൽ സംവിധാനങ്ങളെല്ലാം തന്നെ നിശ്ചലമായി. വെറും 72 മണിക്കൂറിനുള്ളിൽ 3 ഭീമൻ റിയാക്ടറുകളിലെ കോറുകൾ ഉരുകി തുടങ്ങി. ലോകം ശ്വാസമടക്കി പിടിച്ചു നിന്ന ആ നിമിഷങ്ങളിൽ നിന്നാണ് ഫുക്കുഷിമ എന്ന തീരാ ദുരന്തത്തിന്റെ ചരിത്രം ആരംഭിക്കുന്നത്. ഫുക്കുഷിമയിൽ സംഭവിച്ചത് സാധാരണ ഒരു സാങ്കേതിക തകരാറല്ലായിരുന്നു. 4 മുതൽ 6 ദിവസങ്ങൾക്കുള്ളിൽ അന്തരീക്ഷത്തിലേക്ക് വമിപ്പിച്ചത് ഏകദേശം 940 പെറ്റാബെക്കുറലുകൾ എന്ന ഭീകരമായ അളവിലുള്ള റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങളായിരുന്നു. അന്താരാഷ്ട്ര ന്യൂക്ലിയർ ആൻഡ് റേഡിയോളജിക്കൽ ഈവന്റ് സ്കെയിലിൽ ഈ സംഭവത്തെ ഏറ്റവും മാരകമായ ലെവൽ 7 ദുരന്തമായാണ് തരംതിരിച്ചത്. ചെർണോബിലിന് ശേഷം ലോകം കണ്ട ഏറ്റവും വലിയ ആണവ ദുരന്തം. 2719 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുണ്ടായിരുന്ന 4 റിയാക്ടറുകളും എന്നേക്കുമായി നശിച്ചു. അവ ഇനി ഒരിക്കലും നന്നാക്കാൻ കഴിയില്ലെന്ന് അധികൃതർക്ക് ഉറപ്പിക്കേണ്ടിയും വന്നു. ദുരന്തം നടന്നതിന് ശേഷമുള്ള 2 ആഴ്ച ജപ്പാൻ നേരിട്ടത് വലിയ അഗ്നിപരീക്ഷയായിരുന്നു. നിരന്തരമായ വെള്ളം കുത്തിവെക്കുന്നതിലൂടെ 1 മുതൽ 3 വരെയുള്ള റിയാക്ടറുകളെ എങ്ങനെയെങ്കിലും സ്ഥിരപ്പെടുത്താനായിരുന്നു അവരുടെ ശ്രമം. അത് വിജയിച്ചു. ജൂലൈ മാസമായപ്പോഴേക്കും പുതുതായി നിർമ്മിച്ച ഒരു ശുദ്ധീകരണ കേന്ദ്രത്തിൽ നിന്നുള്ള പുനരുപയോഗ ജലം ഉപയോഗിച്ച് റിയാക്ടറുകളെ തണുപ്പിക്കുന്നതിൽ അവർ വിജയം കണ്ടു. ഒടുവിൽ ഡിസംബർ മധ്യത്തിൽ ലോകത്തിന് ആശ്വാസമേകിക്കൊണ്ട് ആ ഔദ്യോഗിക പ്രഖ്യാപനം വന്നു. റിയാക്ടറുകൾ കോൾഡ് ഷട്ട്ഡൗൺ അവസ്ഥ കൈവരിച്ചിരിക്കുന്നു. എന്നാൽ തണുപ്പിക്കുക എന്നത് പരിഹാരത്തിന്റെ ഒരു വശം മാത്രമായിരുന്നു. കേടായ റിയാക്ടറുകളിൽ നിന്ന് റേഡിയോ ആക്റ്റീവ് മലിനജലം പുറത്തേക്ക് ചോരുന്നത് തടയുക എന്നത് അതിനേക്കാൾ വലിയ വെല്ലുവിളിയായി. 2013 വീണ്ടും ജപ്പാനെ അത് പിടിച്ചുലച്ചു. ഫുക്കുഷിമ ദുരന്തത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നത് ആ ആണവ വിസ്ഫോടനവുമായി നേരിട്ട് ബന്ധപ്പെട്ട് അന്ന് ആരും മരിച്ചിട്ടില്ല എന്നതാണ്. റേഡിയേഷൻ രോഗം മൂലം ആരും തൽക്ഷണം വീണില്ല. എന്നാൽ ആ അദൃശ്യ ശത്രുവിനെ ഭയന്ന് 1,00,000-ലധികം ആളുകളെയാണ് ആ പ്രദേശത്തു നിന്നും ഒഴിപ്പിച്ചത്. സുനാമിയിലും ഭൂകമ്പത്തിലുമായി 19,500 പേർ മരിച്ചപ്പോൾ ഫുക്കുഷിമയിൽ നിന്ന് ഒഴിപ്പിക്കപ്പെട്ടവരിൽ 2,313 പേർ ആ ദുരന്തവുമായി ബന്ധപ്പെട്ട മാനസികവും ശാരീരികവുമായ ആഘാതങ്ങൾ കാരണം മരണപ്പെട്ടു. വർഷങ്ങൾ കഴിഞ്ഞിട്ടും സ്വന്തം വീടുകളിലേക്ക് മടങ്ങിപ്പോകാൻ കഴിയാത്ത ആയിരങ്ങളുടെ കണ്ണുനീർ ഇന്നും ആ തീരങ്ങളിൽ ഇപ്പോഴും അവശേഷിക്കുന്നു. ഫുക്കുഷിമ നൽകിയ പാഠം മറക്കാൻ ജപ്പാന് ഒരിക്കലും കഴിയില്ല. എന്നാൽ 15 വർഷങ്ങൾക്കിപ്പുറം ഊർജ പ്രതിസന്ധിയും മാറുന്ന ലോക സാഹചര്യങ്ങളും ജപ്പാനെ വീണ്ടും ആണവോർജത്തിലേക്ക് തിരിഞ്ഞു നോക്കാൻ പ്രേരിപ്പിച്ചിരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ആണവ നിലയം പുനരാരംഭിക്കാൻ ജപ്പാൻ ഒരുങ്ങുമ്പോൾ അത് ആശങ്കയോടെ തന്നെയാണ് ലോകം നോക്കുന്നത്. പ്രകൃതിയുടെ മുൻപിൽ മനുഷ്യൻ നിർമ്മിച്ച വൻ മതിലുകൾ എത്രമാത്രം നിസ്സാരമാണെന്ന് ഫുക്കുഷിമ നമ്മെ ഓർമ്മിപ്പിച്ചതാണ്. എങ്കിലും ആ ചാരത്തിൽ നിന്ന് വീണ്ടും ഉയർത്തെഴുന്നേൽക്കാനാണ് ഇപ്പോൾ ജപ്പാൻ ശ്രമിക്കുന്നത്. ജപ്പാൻ കടലിന്റെ തീരത്തുള്ള നിഗറ്റയിൽ 4.2 ചതുരശ്ര കിലോമീറ്റർ, അതായത് 1.6 ചതുരശ്ര മൈൽ ഭൂമിയിലാണ് പ്ലാന്റ് ഇപ്പോൾ വ്യാപിച്ചു കിടക്കുന്നത്. ഇറക്കുമതി ചെയ്യുന്ന ഫോസിൽ ഇന്ധനങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനാണ് ജപ്പാൻ വീണ്ടും ആണവോർജത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. കടലിൽ നിന്നുള്ള കാറ്റാടി ഊർജ്ജം വികസിപ്പിക്കുന്ന പദ്ധതിയിൽ ജപ്പാൻ തിരിച്ചടി നേരിട്ടിരുന്നു. ജപ്പാൻ പുനരാരംഭിക്കുന്ന 15ാമത്തെ പ്ലാന്റാണ് കാശിവാക്കി കരിവ. ചരിത്രം വീണ്ടും ആവർത്തിക്കുമോ എന്ന പേടിക്ക് കാലം തന്നെ ഉത്തരം നൽകേണ്ടതാണ്. കൂടുതൽ ചരിത്ര സംഭവങ്ങളുമായി വീണ്ടും വരാം. ചരിത്രഭൂമിക സബ്സ്ക്രൈബ് ചെയ്യൂ.